ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേവിഡ് ജോ. ഡേവിഡ് ജോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ചെറിയ കുളത്തിൽ, വീട്ടാവശ്യത്തിന് വേണ്ടി മീൻ വളർത്തുന്ന ചെറിയ കുളത്തിൽ എങ്ങനെ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തി നമുക്കറിയാമല്ലോ, നല്ലൊരു മീൻ വാങ്ങിക്കാൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഒത്തിരി മായം കലർന്ന സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു ചെറിയ കുളം, നമുക്ക് മീൻ വളർത്താനുള്ള ഒരു കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെങ്ങനെ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുളം. ഈ കുളത്തിലാണ് നമ്മൾ ഈ ഫിൽട്ടർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പഴുതയിട്ടുണ്ടാക്കിയ കുളമാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ച് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം ഒരു ബക്കറ്റ് വേണം. ഇത് പെയിൻറ്റിൻ്റെ കാലിയായ ബക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റ് വേണം. അതിൽ നമുക്ക് യൂസ് ചെയ്യാനൊരു ചെറിയ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്, അല്ല നിങ്ങളുടെ കയ്യിൽ ഏത് പൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം, ഒരു പീസ്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്, ഉള്ളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇത് ആ പൈപ്പ് ഇതിനുള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ പൈപ്പ് നമ്മൾ ഇതിനുള്ളിലേക്ക് കടത്തിയിടണം. അങ്ങനെ കടത്തിയിട്ട് നമ്മൾ MCയിൽ, നമ്മുടെ ഈ പ്ലംബിങ്ങിൻ്റെയൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും MCയിൽ എന്ന് പറഞ്ഞ സാധനം, ആ സാധനം വെച്ച് നമ്മളിത് നന്നായിട്ട് അകത്തും പുറത്തും ഉറപ്പിച്ച് നിർത്തണം, സ്റ്റിക്ക് ചെയ്തിട്ട്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ പെയിൻറ്റിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതുപോലൊരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ നമുക്ക് ഇതുപോലൊരു ഹോൾ ഇടണം. നമ്മുടെ ആ ഏത് പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ കണക്കായിട്ടുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 3/4 ഇഞ്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3/4 ഇഞ്ചിൻ്റെ ഹോൾ മതി. പിന്നെ ഈ ബോട്ടിൽ നിറച്ചും നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും, നല്ല ചെറിയ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതൊരു ആണിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുത്തിയാൽ മതി. അപ്പോൾ ഇത് നിറച്ച് ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പൈപ്പാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഒരു പൈപ്പ് എടുത്തതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കാണത്തില്ലെങ്കിൽ ഇതുപോലെ ഒരു 1 ഇഞ്ചിൻ്റെയോ 3/4 ഇഞ്ചിൻ്റെയോ പൈപ്പ് മേടിക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു ബെൻഡ് വെച്ചിട്ട് L ഷേപ്പിലാക്കി എടുക്കണം. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞങ്ങൾ എടുക്കുന്നത് കൊണ്ട് 1 ഇഞ്ചിൻ്റെ ഒരു ടീ, നിങ്ങൾ 3/4 ആണെങ്കിൽ 3/4ൻ്റെ ടീ. പിന്നെ ഒരു റെഡ്യൂസർ വേണം. പിന്നെ ഒരു മോട്ടർ ടാങ്ക് കണക്ടർ വേണം. പിന്നെ ഒരു പൈപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു റെഡ്യൂസർ FTR. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ പൈപ്പ്, 1/4 ഇഞ്ചിൻ്റെ ഒരു പീസ് ഓഫ് പൈപ്പ് മതി കേട്ടോ. പിന്നെ ഒരു MCയിൽ. പിന്നെ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഓസ്, ഒരു ചെറിയൊരു പീസ് ഓസ് നമ്മളിവിടെ ഉള്ളത് തന്നെ മുറിച്ചെടുത്തതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഒരു വാട്ടർ പമ്പാണ്. ഓക്കെ, ഇത് ഞാൻ 40 വാട്ട്സിൻ്റെ 40 വാട്ടിൻ്റെ ഒരു മോട്ടോർ പമ്പാണ്. സബ്മേഴ്സിബിളാണ്, നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിന് ഏകദേശം 650 രൂപയായി. ഇതാണ് ഇത് സോൾട്ട 80യുടെ സബ്മേഴ്സിബിൾ പമ്പാണിത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇതാണത് കേട്ടോ. ഈ പമ്പ് ഞാൻ 40 വാട്ടിൻ്റെ എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം 3000 ലിറ്റർ പെർ അവർ ഇത് പമ്പ് ചെയ്യും. ഔട്ട്പുട്ട് അത്രയാണ്. പിന്നെ 2.6 മീറ്റർ ഏകദേശം ഇത് ലിഫ്റ്റ് ചെയ്യും. ഹൈറ്റിൽ വരെ പമ്പ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ല, കഴിവുണ്ട് ഇതിന്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ മുറ്റത്തൊക്കെ കാണുന്ന ചരലുണ്ടല്ലോ, ഈ ചരൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തോട്ടിലൊക്കെ കാണും സാധാരണ, ആ ചരലെടുക്കുക, അത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ മെറ്റൽ, നമ്മൾ സാധാരണ വാർക്ക പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റലുണ്ടല്ലോ, അത് മതി. അതും ഓരോ ചട്ടി ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം എത്ര വരും ഒരു ബക്കറ്റിലെന്ന്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യം ഈ കാണുന്നുണ്ട് ഈ ചാക്ക്. നമുക്ക് ഈ പച്ചക്കറി കടയിലൊക്കെ സാധനങ്ങൾ വരുമ്പോൾ കിട്ടുന്ന ഒരു ചാക്കാണിത്, ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണത്. അപ്പോൾ അത് ഒരു നല്ല ഫിൽറ്ററാണ് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് മെറ്റൽ ഇടുന്നത് കാരണം അത് ഇടയ്ക്കെടുത്ത് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ മെറ്റൽ തന്നെ എടുത്ത് വാഷ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ചാക്കിലിട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് വാഷ് ചെയ്യാനും തിരിച്ച് റീപ്ലേസ് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ തുറന്നതിന് ശേഷം ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമുക്ക് ഇതിലേക്ക് ഈ അടപ്പിലേക്ക് ഇറക്കി വെക്കാം.
ഓക്കെ, അത് ഇറക്കി വെക്കുമ്പോൾ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വേണം. നമ്മൾ അത്രയും ഹൈറ്റിൽ അടപ്പ് കയറ്റി വെക്കണം. അതിനുശേഷം നമ്മുടെ ആ ടീ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഈ ടീ നമ്മൾ ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ പെട്ടെന്ന് കുടുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറി ശരിക്കും ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിത് ബോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടപ്പ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇട്ട് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ടൈറ്റാക്കി വെച്ചു. ഇനി ഇതിലേക്ക് ഇത് നേരെ വെച്ചതിന് ശേഷം നമ്മുടെ റെഡ്യൂസർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് 1 ഇഞ്ചിൻ്റെ പൈപ്പ് 3/4 ഇഞ്ചിലെ സൈസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള റെഡ്യൂസറാണിത്. അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പീസ്, അത് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് താഴെ വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കാരണം അത് വീണ് പോകും. ഓക്കെ, ഇനി ആ ടാങ്ക് കണക്ടർ നമ്മുടെ FTAയിൽ കണക്ട് ചെയ്തതിന് ശേഷം അത് ഈ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തു വെച്ച ഓസില്ലേ, വെള്ളം പമ്പ് ചെയ്യാനുള്ള ഓസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം നമുക്ക് ഈ FTAയിൽ കണക്ട് ചെയ്ത് വെക്കണം പൈപ്പിൻ്റെ എൻഡിൽ. മറ്റേ അറ്റം നമ്മുടെ ഈ മോട്ടറിലേക്കാണ് കണക്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബക്കറ്റിലേക്ക് മെറ്റലും ചരളും നിറയ്ക്കാൻ പോവുക. അത് നിറച്ചിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഈ ബോട്ടിലും പൈപ്പും എല്ലാം കൂടെ ഈ ബക്കറ്റിലോട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഈ ചരലുണ്ടല്ലോ, എടുത്തു വെച്ച ചരൽ ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിത് ബോട്ടിൽ നേരെ പിടിക്കണം, അപ്പോഴത് ശരിക്കും മിഡിലായിട്ട് വരുള്ളൂ. അപ്പോൾ ചരലൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി ഇട്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 ചട്ടിക്ക് ചരലിടാം. അതിനുശേഷം നമുക്ക് ചാക്ക് വിരിക്കാം ഇതിൽ. അപ്പോൾ ചാക്ക് ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ ഒരു ചാക്കാണിത്. അപ്പോൾ ഞാനിവിടെ 2 ചാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേനൽക്കാലത്തൊക്കെ വെയിൽ തടയാൻ വേണ്ടി കിട്ടുന്ന ഒരു ഗ്രീൻ ഷീറ്റ് ഉണ്ടല്ലോ, എക്കോ ഫ്രണ്ട്ലി, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അത് ഇപ്പം ഞാനിവിടെ 2 ചാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ടും ഫോൾഡ് ചെയ്ത് അതിൽ കറക്റ്റായിട്ട് വിരിച്ചിട്ടുണ്ട്. ഇതുപോലെ അതിന് ചുറ്റും ഇത് നല്ലൊരു ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കും ഇതിൽ. അതിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ചാക്ക് കിട്ടിയോണ്ട് അത് യൂസ് ചെയ്തെന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച മെറ്റൽ നിറയ്ക്കാം ബക്കറ്റിലേക്ക്. ഓക്കെ, അപ്പം മെറ്റൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടപ്പിൻ്റെ മേളിലേക്കാണല്ലോ മെറ്റൽ വീഴുന്നത്. അപ്പം കുറച്ച് പതിയെ ഇടണം ആദ്യം ഇടുമ്പോഴേ. അപ്പം മെറ്റലെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം, എല്ലാം നേരെയാക്കി. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചാക്കുണ്ടല്ലോ, അതുപോലത്തെ 2 കൂടെ ഞാൻ ഇതിലിടുന്നുണ്ട്. എൻ്റെ കയ്യിലോട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു ചാക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രീൻ ഷീറ്റും കൂടെ യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ ബക്കറ്റാണല്ലോ ഇത്, അപ്പോൾ അതിൽ 2 ലെയറായിട്ട് ഇടണമെങ്കിൽ ഇപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ മെറ്റൽ ഇടുന്നത്. ആദ്യം ഒരു ലെയർ ഇട്ട് സെയിം അതുപോലെ തന്നെ ഒരു ചാക്ക് വിരിച്ച് അതിൻ്റെ മേളിൽ വീണ്ടും കുറച്ച് മെറ്റലും കൂടെ ഇടുക. അതിലിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് ലെവൽ ചെയ്ത് നമ്മൾ നോക്കണത് എവിടെയാ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ 3/4 ഇഞ്ച് പൈപ്പ് പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ്. ഓക്കെ, അത് കവറാകാതെ നോക്കണം. അതിലും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് താഴെ കിടക്കണം നമ്മൾ ഇടുന്ന മെറ്റലിൻ്റെ ആ ലെവൽ. ഓക്കെ, അപ്പോഴേ നമ്മൾ വെള്ളം ശരിക്കുള്ള ഫ്ലോ ഉണ്ടാവുള്ളൂ, ഔട്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇതുപോലെയാണല്ലോ നമ്മൾ അതിലിടേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ പമ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, വെള്ളത്തിലേക്ക് ഇറക്കി മറ്റേ അതിൻ്റെ പൈപ്പിൻ്റെ അറ്റം ഓസിൻ്റെ അറ്റത്ത് പിടിച്ച് നമ്മൾ മെല്ലെ വെള്ളത്തിലേക്ക് ഇറക്കി വെള്ളത്തിനടിയിലേക്ക് മുട്ടുന്ന വിധത്തിൽ വെക്കണം. ഓക്കെ, സബ്മേഴ്സിബിൾ പമ്പാണല്ലോ, അത് വെള്ളത്തിനടിയിൽ തന്നെ ഫിക്സ് ആയെന്ന് നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ മറ്റേ എൻഡ് നമ്മുടെ FTAയിൽ കണക്ട് ചെയ്ത് വെക്കുക. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. FEMCയിൽ വെച്ച് അത് ഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാണാൻ കഴിയുന്നില്ലേ, വെള്ളം പതുക്കെ വരുന്നത്. ഇനി അത് നമ്മൾ പുറത്തേക്ക് പഠിപ്പിച്ച പൈപ്പിലൂടെ അത് പുറത്തോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങളിവിടെ അവൈലബിൾ ആയ ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വലിയ ഡ്രമ്മോ അതോ വലിയ ബക്കറ്റോ ഏത് വെച്ചിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കിയ ഫിൽറ്റർ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കുളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പൈസ ഒന്നും ചിലവില്ല. പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു മോട്ടോ ആണ് അത്യാവശ്യം നമ്മൾ പൈസ കൊടുത്ത് കൂടുതൽ വാങ്ങിക്കുന്നത്. ബാക്കിയെല്ലാം ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഫിൽറ്ററാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകളുമായി ഇനിയും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഇനിയും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.